ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ഭാഗമായ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗം അറ്റോമിക് സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്കറിയാം, കെമിസ്ട്രി എന്ന് പറയുന്നത് തന്നെ ആറ്റത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ആറ്റം എന്ന വേർഡ് ആരാണ് കൊണ്ടുവന്നത്, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വന്നിട്ടുണ്ട് ആറ്റത്തിനെ പറ്റി പറയാനായിട്ട്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വന്നത് ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആറ്റം എന്നുള്ള വേർഡ് കൊണ്ടുവരുന്നതും ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ജോൺ ഡാൾട്ടൺ എന്ന സയൻറ്റിസ്റ്റാണ് ആറ്റം എന്ന വാക്കും കൊണ്ടുവരുന്നത്. ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല, ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞതും ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആറ്റത്തിൻ്റെ മോഡൽ, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പറയാൻ വേണ്ടിയിട്ട് വന്ന സയൻറ്റിസ്റ്റാണ് തോംസൺ, ജെ തോംസൺ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ള ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പിന്നീട് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മോഡലിനെ നമ്മൾ വാട്ടർ മെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ വിളിക്കും. അപ്പം അതിനൊക്കെ കാരണമുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ വാട്ടർ മെലൺ മോഡൽ എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് വിളിക്കാൻ കാരണം എന്നൊക്കെ പറയാൻ കാരണങ്ങളുണ്ട്. അപ്പോൾ തോംസന്റെ ആദ്യത്തെ പ്രപ്പോസിങ് ഇതായിരുന്നു. തോംസൺ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, an atom contains a sphere of positive charge with negatively charged electrons embedded in it like seeds in a watermelon. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഒരു സ്പിയറാണ്. ആ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്പിയറിൽ ഒരു വാട്ടർമെലനെ സങ്കല്പിക്കുക. ഒരു തണ്ണിമത്തനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്ചറിൽ കാണുന്ന പോലെ തണ്ണിമത്തിൽ ഇങ്ങനെ പകുതിയായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ റെഡ് ആയിട്ടുള്ള കുറേ പോർഷൻ ഉണ്ടാവും, അതിൽ ബ്ലാക്ക് സീഡ്സുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ആ റെഡ് ആയിട്ടുള്ള പോർഷനാണ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഭാഗം. അതിലെ ആ ബ്ലാക്ക് സീഡ്സിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ ഇലക്ട്രോൺസ് വരിക. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്ഫിയറിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ എംബഡഡ് ചെയ്തിരിക്കുകയാണ്, മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വാട്ടർമെലൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ സീഡ്സ് ഇരിക്കുന്നത്, അതുപോലെയാണ് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് വാട്ടർമെലൻ മോഡൽ എന്ന് പേര് വരാനും കാരണം ഉണ്ടായത്. അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്ന് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഡിങ്ങിൽ പ്ലംസ് എങ്ങനെയാണോ, ഒരു പുഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലംസ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും, അതേപോലെ ആണ് നമ്മുടെ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് തോംസൺ പറഞ്ഞത്. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടി തോംസൺ പറഞ്ഞിട്ടുണ്ട്. ദ പോസിറ്റീവ് ആൻഡ് ദി നെഗറ്റീവ് ചാർജസ് ഇൻ ആൻ ആറ്റം ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഡ്യൂ ടു വിച്ച് ആൻ ആറ്റം ആസ് എ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. നമ്മളൊരു ആറ്റത്തിനെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആറ്റം ന്യൂട്രലാണ്, അതിന് ചാർജൊന്നും ഇല്ല എന്ന് തോംസൺ, അതൊരു വലിയ കണ്ടെത്തലായിരുന്നു. ആറ്റം ന്യൂട്രലാണ് എന്നുള്ളത് ഒരു വലിയൊരു കണ്ടെത്തലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ എത്ര പോസിറ്റീവ് ചാർജാണുള്ളത് അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈക്വൽ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, 0 ആയിരിക്കും ആറ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഈ തോംസന്റെ മോഡലിന് പല പല പോരായ്മകൾ ഉണ്ടായിരുന്നു. തോംസണിന് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായപ്പോൾ അതൊന്നും ആൻസർ ചെയ്യാൻ ജെ തോംസന് സാധിച്ചില്ല. അപ്പോഴാണ് റുദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വരുന്നത്. റുദർഫോർഡ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻ്റ് നടത്തിയതോടുകൂടി അദ്ദേഹത്തിന് ചില കൺക്ലൂഷൻസ് കിട്ടി. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസ്? ഫസ്റ്റ് കൺക്ലൂഷൻ ഇതാണ്: ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി mass of an atom is concentrated in a very small region of the atom called nucleus. പോസിറ്റീവ് ചാർജ്, ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജും എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്
ആറ്റത്തിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, പക്ഷെ ഈ പോസിറ്റീവ് ചാർജ് എവിടെയാണ്? ഒരിത്തിരി സ്ഥലത്തേ ഉള്ളൂ, ഒരു സ്മോൾ പോർഷനിൽ മാത്രമേ പോസിറ്റീവ് ചാർജ് ഉള്ളൂ എന്നതാണ് റുദർഫോർഡ് കണ്ടെത്തിയത്. ആ ഭാഗത്തിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു ഭാഗത്ത് ചെറിയൊരു പോർഷനിൽ മാത്രമേ പോസിറ്റീവ് ചാർജ് ഉള്ളൂ. ആ ഭാഗത്തിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ആറ്റത്തിനുള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആറ്റത്തിൻ്റെ ഒരുപാട് സ്പേസ് എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൽ പോസിറ്റീവ് ചാർജ് എവിടെ മാത്രമേ ഉള്ളൂ? ഏതോ ഒരു ഭാഗത്ത്, ഒരു ചെറിയ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എവിടെയാണെന്നുള്ളത് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ ഭാഗത്തിനെ, എവിടെയാണോ ആ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ആ സ്മോൾ റീജിയനെ അദ്ദേഹം വിളിച്ച പേര് ന്യൂക്ലിയസ് എന്നായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് ദാറ്റ് മൂവ് അറൌണ്ട് വിത്ത് എ വെരി ഹൈ സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. പിന്നെ അദ്ദേഹം കണ്ടെത്തിയ ഒരു കണ്ടെത്തല്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തിന് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിൽ, ഹൈ സ്പീഡിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ എ സർക്കുലാർ പാത്ത്, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പാത്തിനെ, ആ വട്ടത്തിലുള്ള പാതയെ അദ്ദേഹം വിളിച്ച പേര് ഓർബിറ്റ് എന്നാണ്. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്? ആറ്റത്തിനുള്ളിൽ കുറേ ഭാഗം എംപ്റ്റി ആണ്. അതിലെവിടെയോ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടത്തിൽ, ഒരു സർക്കുലാർ പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും കൂടി അദ്ദേഹം കണ്ടെത്തി. ആ വട്ടത്തിലുള്ള സർക്കുലാർ പാത്തിനെ അദ്ദേഹം വിളിച്ച പേര് ഓർബിറ്റ് എന്നാണ്. അതാണ് നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും. പോസിറ്റീവ് ഭാഗം കുറച്ച് ഭാഗത്ത് മാത്രം, പിന്നെ അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സോളാർ സിസ്റ്റത്തിൽ സണ്ണിനെ കേന്ദ്രീകരിച്ചിട്ട് അതിന് ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ സണ്ണാണ് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. അതിന് ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? ഒരു സോളാർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റുദർഫോർഡിൻ്റെ മോഡലിനെ നമ്മൾ സോളാർ സിസ്റ്റം മോഡൽ എന്നും കൂടി വിളിക്കും. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. Thus, this model resembles the solar system in which the nucleus plays the role of sun and the electrons that of planets. ഒരു സോളാർ സിസ്റ്റത്തിൽ സൂര്യനെ ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത് പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനത്ത് വരുന്നത് ന്യൂക്ലിയസ് ആണ്, പ്ലാനറ്റ്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ സോളാർ സിസ്റ്റം മോഡൽ എന്നും വിളിക്കുന്നു. അപ്പോൾ ആദ്യം ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് വന്നത്. അദ്ദേഹം ആറ്റം എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ജെ തോംസൺ വന്നിട്ട് പറഞ്ഞു പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയറിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടിരിക്കുന്ന ഒരു മോഡലാണ് ആറ്റത്തിനുള്ളത് എന്ന് പറഞ്ഞു. അതിനുശേഷം റുദർഫോർഡ് വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല, പോസിറ്റീവ് ചാർജിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു സർക്കുലാർ പാത്തിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റുദർഫോർഡ് പറഞ്ഞു. ഈ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനും ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു, പോരായ്മകൾ ഉണ്ടായിരുന്നു. ജെ തോംസന്റെ മോഡലിലുള്ള പോലെ തന്നെ ഡ്രോബാക്കുകൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? രണ്ടെണ്ണം നമ്മളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാണ്. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതായത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലനേഷൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആ മോഡലിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, റുദർഫോർഡിൻ്റെ മോഡലിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതേപോലെ ഇലക്ട്രോണിക് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ സർക്കുലാർ പാത്ത് എന്നൊക്കെ പറഞ്ഞത് പിന്നീട് ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്തുന്നത് വഴി അതൊന്നും അങ്ങനെയല്ല എന്ന് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഡ്രോബാക്സ്. ഒന്ന് അതിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്ന് ഇലക്ട്രോണിക് സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് സാധിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്തൊക്കെയായിരുന്നു റുദർഫോർഡിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്. റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പോരായ്മകൾ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റുദർഫോർഡിന് സാധിച്ചിട്ടില്ല. പിന്നീട് നീൽസ് ബോർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വരികയാണ്.
അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് അറ്റോമിക് മോഡൽസ്, അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ. ആരൊക്കെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്ലൈഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.